2024 ഫെബ്രുവരി 18 സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 6ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ചധികം പേരെന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. കാരണം ഇനി ആരൊക്കെ വരണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് മുന്നിലുള്ള സീസണുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പറയാം. ഇൻസ്റ്റാഗ്രാമിലായിട്ടും യൂട്യൂബിൽ കമൻറ്റുകളായിട്ടും ചോദിച്ച കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. ആദ്യം വരുന്നത് ബിഗ് ബോസിൻ്റെ ലോഗോ ആയിരിക്കുമോ കോമണേഴ്സ് പ്രമോ ആയിരിക്കുമെന്ന്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഫെബ്രുവരി 18 സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 6ൻ്റെ സെറ്റ് ചെന്നൈയിലാണ്. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കോമണേഴ്സ് പ്രമോ, ഫസ്റ്റ് തന്നെ കോമണേഴ്സ് പ്രമോ വരുമെന്നാണ് അറിഞ്ഞത്. അതിന് ശേഷമേ ലോഗോ ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ലോഗോ എന്നിട്ട് കോമണേഴ്സ് പ്രമോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജാനുവരി പകുതിക്ക് മുന്നായിട്ട് ഇത് രണ്ടും സംഭവിക്കും. ലാലേട്ടൻ്റെ പ്രമോ വരുന്നതിന് മുമ്പായിട്ട് തന്നെ കോമണേഴ്സ് പ്രമോയും നമ്മുടെ ലോഗോ എല്ലാനും ബിഗ് ബോസിൻ്റെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജാനുവരിക്ക് മുന്നായിട്ടല്ല, ജാനുവരി ഒരു പകുതിയോട് കൂടിയാകുമ്പോൾ. പിന്നീട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ലാലേട്ടനാണോ ഈ പ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുന്നത്? കാരണം 2024 ലാലേട്ടൻ സംവിധായകനാവുകയാണ്. അതോടൊപ്പം തന്നെ 5 സിനിമകൾ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ ഉൾപ്പെടെയുള്ള 5 സിനിമകളാണ് ലാലേട്ടൻ കമ്മിറ്റ് ചെയ്താക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ഈ പ്രാവശ്യവും ഹോസ്റ്റിങ്ങിലേക്ക് വരുമോ? ബിഗ് ബോസിൻ്റെ ആ ഒരു ഹോസ്റ്റിംഗ് എന്ന വലിയൊരു ചുമതല 3 മാസം നീണ്ടു നിൽക്കുന്ന ആ ഒരു പരിപാടിക്ക് ലാലേട്ടൻ വരുമോ എന്നുള്ള കാര്യം. എന്തൊക്കെയായാലും എത്ര രൂപ കൂട്ടിക്കൊടുക്കേണ്ടി വന്നാലും എൻ്റെ ഷൈൻ മീഡിയയും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റും ബിഗ് ബോസും കൂടി ലാലേട്ടനെ കൊണ്ടുവന്നിരിക്കും. ലാലേട്ടനെ മാറ്റാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഇത്രേ പറയാൻ കഴിയുള്ളൂ, ഇത്രയും ഉറപ്പേ തരാൻ പറ്റുള്ളൂ. ബിഗ് ബോസ് സീസൺ 6ൽ മോഹൻലാലും ഈ പ്രാവശ്യം ഉണ്ടാകും. ഇപ്പോൾ 5 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും നമ്മുടെ എൻഡമോൾ ഷൈൻ കോപ്പറേറ്റീവ് കമ്പനിയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ബിഗ് ബോസും എല്ലാം കൂടി ചേർന്ന് ലാലേട്ടനെ ഇതിലേക്ക് കൊണ്ടുവരും. കാരണം ഒരു സ്റ്റേറ്റിലെ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആക്ടറിനെ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരുള്ളൂ. ഇപ്പം നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജുകളിലെ ബിഗ് ബോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം തന്നെയാണുള്ളത്. അപ്പോൾ ലാലേട്ടൻ ഉണ്ടാകും, അതും ആ ഒരു സംശയവും ഇവിടെ വെച്ച് തീർക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകാം ബിഗ് ബോസ് സീസൺ 6ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക്. ഏകദേശം 18 പേരുടെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഞാൻ പറയട്ടെ, ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൺഫേംഡ് ലിസ്റ്റ് അല്ല. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. കൺഫേംഡ് ലിസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോൾ പോയ ആളുകളെയാണ് ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കോൾ പോയെന്ന് എനിക്കറിയാൻ പറ്റിയ കുറച്ച് ആളുകളെയാണ് ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേരാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ കൂടെ തന്നെ കയറി വന്ന ശ്രീറാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏഷ്യാനെറ്റിൽ കുറച്ച് നാൾ മുന്നേ സംപ്രേഷണം ചെയ്തിരുന്ന നമ്മുടെ കസ്തൂരിമാൻ എന്ന സീരിയലിൽ ജീവ എന്ന നായകനായിട്ട് അഭിനയിച്ചിരുന്നതാണ് നമ്മുടെ ശ്രീറാം എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മുടെ ലിസ്റ്റിലുള്ളതാണ് ഇപ്പോഴും ഏഷ്യാനെറ്റിൽ സീരിയലുകളിൽ റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ജിത്തു വേണുഗോപാലാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമനായിട്ട് വരുന്നത്. പിന്നീട് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കുക്ക് വിത്ത് കോമഡി പ്രോഗ്രാമിൻ്റെ ഫെയിമുമായിട്ടുള്ള ജാസ്മിൻ ജാഫറാണ് അടുത്ത നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമനായിട്ടുള്ളത്. അടുത്തത് നാലാമനായിട്ടുള്ളതാണ് നിക്ക് വ്ളോഗ്സ്. ഒരുപാടധികം വീഡിയോസ് നിക്കിൻ്റെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. നിക്കിനെ ഒട്ടനവധി ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നിക്ക് സാൻഡിൽ ലോബി എന്ന നിക്ക് വ്ളോഗ്സ് ആണ് നമ്മുടെ ലിസ്റ്റിൽ നാലാമനെന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ആൾ ഷാലു പയ്യാടാണ്. നമ്മുടെ ഒരു ഫിലിം ഫോട്ടോഗ്രാഫറാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 4, 5 എന്നീ സീസണുകളിലുള്ള മിക്ക കോൺട്രവേഴ്സീസിലും ഭാഗമായ ഒരാളാണ്. ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഷാലു പയ്യാട് എന്ന് പറയുന്നത്. അടുത്തത് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ. ബിഗ് ബോസ് കണ്ടന്റ് റിവ്യൂവറാണ്, യൂട്യൂബറാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല കത്തി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിലും അത്യാവശ്യം തന്നെ ആക്റ്റീവാണ്. ഒരുപാടധികം ഫോളോവേഴ്സ് ഉള്ളൊരു യൂട്യൂബർ തന്നെയാണ് സായി കൃഷ്ണ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ ഏഴാമൻ എന്ന് പറയുന്നത് പാർവതി ബാബു, നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കറാണ്. അതോടൊപ്പം തന്നെ ഒരു ആങ്കറിങ് ജോബിലൂടെ വന്ന് ഒട്ടനവധി ഫാൻസിനെ സമ്പാദിച്ച ഒരു ലേഡി കൂടിയാണ്. അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലേക്കും കയറുന്നു എന്ന് പറയുന്നു. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഏഴാമൻ പാർവതി ബാബുവാണ്. അടുത്തത് യാദിൽ എം ഇക്ബാൽ, നമ്മുടെ കെ ടൗൺ ഹോട്ടലിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ ഒരുപാടധികം ഗീവ് അവേ തൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നൽകിക്കൊണ്ട് ഒട്ടനവധി ഫാൻസിനെ ഫോളോവേഴ്സിനെ സമ്പാദിച്ച ഒരാൾ തന്നെയാണ്. യാദിൽ എം ഇക്ബാലാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ എട്ടാമൻ എന്ന് പറയുന്നത്.
പിന്നെ 9-ാമൻ എന്ന് പറയുന്നത് നൂറിനാണ്, നമ്മുടെ അഡാർ ലവ് സിനിമയിലുള്ള ഗാഥ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അഡാർ ലവ് സിനിമ ഫെയിമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അഡാർ ലവ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത്. പിന്നെ 10-ാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശില്പ ബാലയാണ്. ആദ്യം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടെ വന്ന് ഇപ്പോൾ ആങ്കറിങ്ങും അതുപോലെ തന്നെ യൂട്യൂബറാണ്. പിന്നെ കുറേ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള പരിപാടിയിലൊക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരത്ത് നിൽക്കുന്നത്. ശില്പ ബാലയാണ് നമ്മുടെ ലിസ്റ്റിൽ 10-ാമതായിട്ട് വരുന്നത്. അടുത്തത് 11-ാമതായിട്ട് വരുന്നത് ജീവ നമ്പ്യാർ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ഫാഷൻ മോഡലാണ്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം അറിയും എന്നെനിക്കറിയില്ല. അപ്പോൾ അടുത്തത് 12-ാമതായിട്ട് വരുന്നത് അസ്ലാം ആർലി. യൂട്യൂബിൽ ഒരുപാടധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഇൻസ്റ്റഗ്രാമർ ഇൻസ്റ്റഗ്രാമിൽ ഒട്ടനവധി ഫോളോവേഴ്സും ഉള്ള ഒരാൾ തന്നെയാണ് അസ്ലാം ആർലി എന്ന് പറയുന്നത്. അടുത്തത് 13-ാമൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 3 മുതൽ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ്. തീർച്ചയായിട്ടും സീസൺ 6 ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇഷിൻ മോഹനാണത്. നമ്മുടെ സീരിയൽ ആക്ടറാണ്. അതുപോലെ തന്നെ സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ ആയിട്ട് കുറേ പരിപാടിയിലൊക്കെ പുള്ളി ഉണ്ട്. അപ്പോൾ സീസൺ 3 മുതൽ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീസൺ 6 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്തത് 14-ാമൻ എന്ന് പറയുന്നത് അശ്വതിയാണ്. നമ്മുടെ ഉപ്പും മുളകും ഫെയിമാണ്. ഇപ്പോൾ ഉപ്പും മുളകിലില്ലെങ്കിലും ഉപ്പുമുളകിൽ കൂടിയാണ് അരങ്ങേറ്റം. പിന്നീട് കുറച്ച് പ്രോഗ്രാമുകളിലും നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഷോർട്ട് ഫിലിമുകളിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ 14-ാമത് അശ്വതിയാണ്. പിന്നെ 15-ാമതായിട്ട് വരുന്നത് അമേയ പ്രസാദാണ്. അമേയ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം മറ്റേ ട്രാൻസ്ജെൻഡറിൻ്റെ എന്തോ ജില്ലാ പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ജില്ലാ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അതെനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് ഏതൊരു വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അമേയ പ്രസാദ് എന്ന് പറയുന്നത്. പിന്നീട് 15-ാമതെന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ യൂട്യൂബിൽ നല്ല രീതിയിലുള്ള കോമഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നീതു ആണ് 15-ാമത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലോയറും കൂടി ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ലോയറും കൂടി ആയിട്ടുള്ള പത്മലക്ഷ്മിയാണ്. പത്മലക്ഷ്മിയുടെ പേര് ബിഗ് ബോസ് സീസൺ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ബിഗ് ബോസ് സീസൺ 6 എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പത്മലക്ഷ്മി ഒരു ലോയർ കൂടിയാണ്. അതുപോലെ തന്നെ 18-ാമതും ഒരു ലോയർ കൂടിയാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അഞ്ജുഷ മാർട്ടിൻ. പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ്, യൂട്യൂബറുമാണ്. അടിപൊളിയായിട്ട് മറ്റേ ഡാൻസൊക്കെ ചെയ്താണ് പുള്ളി ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സിനെയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഞാനീ പറഞ്ഞ 18 പേരുകളിലും ഇതിനകത്ത് കൺഫേംഡ് ആയിട്ട് വരുമെന്നുള്ള കുറച്ചധികം പേരുകളുണ്ട്. പക്ഷേ പറയാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 വരുന്നത് ഫെബ്രുവരിയിലാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ കൺഫേംഡ് ലിസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരാനായിട്ട് ചാൻസ് ഉള്ളൊരു സമയമാണ് ഈ ഒരു ജാനുവരി മാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൺഫേംഡ് ലിസ്റ്റ് ഇപ്പോൾ പറയില്ല. എന്തൊക്കെയായാലും ഇത്രയും പേരുകൾ പറഞ്ഞതിൽ ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 പുതുപുത്തൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ശ്രമിക്കുക. താങ്ക്